എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരിവീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റ് 2025 നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ജൂൺ 28 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് എന്നു മുതൽ അപേക്ഷിക്കാം എന്നുള്ളത് പല വിദ്യാർത്ഥികളും കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നതിന് സംശയം തന്നെയാണ്. ഇപ്പോൾ ഡേറ്റ് വന്നു. ജൂൺ 28 മുതൽ വിദ്യാർത്ഥിനികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായിട്ട് അപേക്ഷിക്കാം. ജൂൺ 28 മുതലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കുക. ആർക്കൊക്കെ അപേക്ഷിക്കാം? നമുക്ക് വ്യക്തമായിട്ട് നോക്കുന്നൊരു ചോദ്യം തന്നെയാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥിനികൾ. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റിലും അപേക്ഷിച്ച അലോട്ട്മെന്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ. ഇതിങ്ങനെ പറയുമ്പം ഏത് കൂട്ടർ വിദ്യാർത്ഥികളാണ്? നിങ്ങൾ അപേക്ഷിച്ചു, ഫസ്റ്റ് വന്നു കിട്ടിയില്ല, സെക്കൻഡ് വന്നു കിട്ടിയില്ല, തേർഡ് വന്നു കിട്ടിയില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റുകളിൽ എവിടെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ചു, പക്ഷെ അലോട്ട്മെന്റ് കിട്ടിയില്ല. ഇനി നിങ്ങളുടെ അപേക്ഷയിൽ വന്ന എന്തെങ്കിലും തെറ്റ് കാരണം പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവർക്ക്, നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് വന്നു, അത് കാരണം പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയി. സ്കൂളിൽ ചെന്നപ്പോൾ അലോട്ട്മെന്റ് കിട്ടിക്കാണും, പക്ഷേ അപേക്ഷയിലെ പിഴവ് കാരണം അഡ്മിഷനായി സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഈ അഡ്മിഷൻ നൽകാൻ സാധിക്കില്ല, കാരണം അപേക്ഷയിലെ തെറ്റുണ്ട്. അങ്ങനെ പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവർക്ക് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് തിരുത്തി നൽകാം. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക്, ഇതുവരെ എന്തെങ്കിലും കാരണവശാൽ, ഇപ്പോൾ +1ൻ്റെ SLC പരീക്ഷയുടെ പരീക്ഷാ ഫലം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അവർക്കൊന്നും അപേക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ അപേക്ഷിക്കാൻ പറ്റാതെ പോയവർക്ക്, ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഇതിനായി അപേക്ഷിക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത കുട്ടികൾക്കും ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഹൗ ടു അപ്ലൈ? നിങ്ങൾ എങ്ങനെയാണ് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലും അപേക്ഷ നൽകി, പക്ഷെ അലോട്ട്മെന്റ് കിട്ടിയില്ല. നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെന്റ് നിരാകരിക്കപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ, എന്തെങ്കിലും കാരണവശാൽ ഇതുവരെ അപേക്ഷിക്കാൻ സമർപ്പിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളുടെ അപേക്ഷ എന്തെങ്കിലും കാരണവശാൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് അപേക്ഷിക്കാമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ശേഷം നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, 1ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉണ്ട്, 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉണ്ട്. ഇതിനുശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷനും നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രീഫോട്ട്, ദ കരിയർ ഗൈഡൻറ്റ്.
താങ്ക് ഫോർ വാച്ചിങ്. ബൈ.